ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസിൽ കഴിഞ്ഞ ആഴ്ചകളിലും പറഞ്ഞതുപോലെ 26,260 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരണമെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസിൽ പറഞ്ഞിരുന്നു. അതിൽ ഇവിടെ വന്നിരിക്കുന്നത് 26,236 എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. അതായത് 24 പോയിന്റിന്റെ കുറവിൽ മാർക്കറ്റ് വന്നിട്ട് അവിടുന്ന് വീക്കായി. ഇനി ഈ ആഴ്ചയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,042 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ്. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച മാർക്കറ്റ് ഇവിടെ 26,47 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയ ഒരു ഫേക്ക് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഷോ ചെയ്തതിനു ശേഷം വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴത്തെ 25,949 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരേണ്ടതാണ്. സ്റ്റിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയാണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം 4 അവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കിയത്. 4 അവർ ടൈം ഫ്രെയിമിലും 1 അവർ ടൈം ഫ്രെയിമിലും മാർക്കറ്റിനെ നോക്കുമ്പോൾ ഇവിടെ വീക്കായിട്ടുള്ള ഒരു സ്വിങ്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വിങ്സ് ഇല്ല എന്ന് തന്നെ പറയാം. വീക്കായിട്ടുള്ള കണ്ടിന്യൂറ്റിയിലുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ, അതായത് തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് വരും. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 25,949 എന്ന് പറയുന്ന ഒരു ലെവൽ വന്നിട്ട് ഇവിടെ തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. ഒരു ട്രേഡിംഗ് രീതിയിലേക്ക് മാർക്കറ്റിനെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വീക്കാണ് ഇവിടെ ഈ വന്നിരിക്കുന്ന ക്യാൻഡിൽസ്. അങ്ങനെയാണെങ്കിൽ ട്രേഡിങ്ങിന്റെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക്, അതായത് ഇവിടുന്ന് ഈ ഒരു ലെവലിലേക്ക് കയറിപ്പോകാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന്? വളരെ സിമ്പിൾ ആണ്. അതായത് മാർക്കറ്റ് വീക്ക് ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. അത് അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും എങ്ങനെയാ വീക്ക് എന്ന് നോക്കുക. അതായത് മാർക്കറ്റ് സ്വിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം താഴോട്ടായാലും മുകളിലോട്ടായാലും മാർക്കറ്റ് മൂവ് ചെയ്യാൻ. സ്വിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്കിനെയാണ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വിങ്സ് ക്രിയേറ്റ് ചെയ്താലേ മാർക്കറ്റിന്റെ സ്ട്രക്ചറിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ട്രേഡ് എടുത്തിട്ട് ഇവിടുന്ന് ട്രേഡ് മുകളിലോട്ട് പോകുമെന്ന് അല്ലെങ്കിൽ താഴോട്ട് പോകുമെന്നുള്ള രീതിയിൽ ട്രേഡ് എടുത്തിട്ട് ഇവിടുന്നായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്ന ട്രേഡ് എടുക്കുക. ഇവിടെ വന്നു കഴിയുമ്പം സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് സ്വിങ്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ട്രാറ്റജിയിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ട്രേഡ് എടുക്കുന്ന എൻ്റെ ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്സിന്റെ ഏരിയയിലാണ്. ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇവിടായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ട്രെൻഡ് റിവേഴ്സിൽ കണക്കാക്കണമെങ്കിൽ ഈ ട്രെൻഡ് വളരെ നാരോ ആയിട്ടായിരിക്കണം താഴോട്ട് വരേണ്ടത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ ആ രീതിയിൽ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീക്കാണ്, ട്രെൻഡ് മാറി വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. 1-2 ചാർട്ട് എക്സാമ്പിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ വീക്കായിട്ടുള്ള നാരോ ആയിട്ടുള്ള ട്രെൻഡുകൾ അല്ലെങ്കിൽ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഈ പോയിന്റിൽ നിന്ന് തിരിയും. ഇവിടുന്ന് നമ്മളൊരു സി പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷനിൽ വളരെ കാര്യമായിട്ട് ഒരു പരിധി വരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലാസ്റ്റ് സ്വിങ്ങിന്റെ മെഷർ എടുത്തിട്ട് അത് ഈ നാരോ ആയിട്ട് താഴോട്ട് വന്നിട്ടുള്ളത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ മാർക്കറ്റ് വരും എന്നുള്ളത്. അതായത് ഇങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്.
ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് നാരോ ആയിട്ട് താഴോട്ട് വരുന്നു. ഇവിടെ മാത്രമേ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത സ്വിങ് ഇതേപോലെ തന്നെ ഇവിടെയും സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അതിന് പകരം ഇവിടെ വീക്കാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇനി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നാരോ ആയിട്ടുള്ളൊരു ട്രെൻഡ് ആണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത് വീക്കായത്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ മാർക്കറ്റ് വരുന്നു. അടുത്ത സ്വിങ്, വീണ്ടും അടുത്ത ഇത്. ഈ രീതിയിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്വിങ്ങിൽ ട്രേഡ് എടുക്കാൻ സാധിച്ചു 25,400 ട്രേഡ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ മാർക്കറ്റ് പോകുന്നുണ്ടോ നോക്കൂ. 26,300 1000 പോയിന്റ് നിഫ്റ്റിയിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡിന്റെ രീതി അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് സെൽ ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ്സിലോ 1 ഹവറിലോ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്ത ശേഷം വേണം ഈ രീതിയിൽ ട്രെൻഡ് അനാലിസിസ് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട്. ഓപ്ഷൻസ് ചെയ്യുന്ന സമയം, അതായത് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 5 മിനിറ്റ്സിൽ 1, 3, 5 എന്ന് പറയുന്ന ഈ 3 ടൈം ഫ്രെയിമുകളിൽ ചാർട്ട് ഇട്ടതിന് ശേഷം അതാത് ദിവസത്തെ ട്രെൻഡ് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കണം. ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,043 അത് സപ്പോർട്ടായിട്ടും 25,949 എന്ന് പറയുന്ന അടുത്ത സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,147 എന്ന് പറയുന്ന ലെവലുമാണ്. ഓരോ ദിവസവും ചാർട്ട് തരുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഓരോ ദിവസവും സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇന്ന് നമുക്ക് ഈ 3 ലെവലാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളിൽ ഒരു ദിവസം കൂടെ പുതിയ ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറ്റന്നാളിൽ, അതായത് ബുധനാഴ്ച വേറൊരു ലെവലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ആയിരിക്കണം വീണ്ടും നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കാണേണ്ടത്. താങ്ക് യു.